ഹായ് നമസ്കാരം. അങ്ങനെ വിവാദങ്ങൾക്ക് ഒടുവിൽ വഴക്ക് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കണ്ടതും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോകളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി. വഴക്ക് ഇതിനകത്ത് പ്രധാന വേഷങ്ങൾ എത്തിയിട്ടുള്ളത് ടൊവിനോ തോമസ്, അതുപോലെ തന്നെ കനി കുസൃതി, അസീസ് നെടുമങ്ങാട്, സുദേബ് നായർ, കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉള്ളൂ ഈ പടത്തിൽ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പറയാം, ഈ സിനിമ IFSKയിൽ പ്രദർശിപ്പിച്ചതിന് ഉടനെ തന്നെ നമുക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ചുരുക്കം തിയേറ്ററുകളിലെ പടം ഓടിച്ചിട്ടുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ കണ്ടന്റ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരിത് ഇറക്കാനത് തന്നെ അങ്ങനെ ഒരു വിഷയത്തിൽ തുടർന്നാണ്. കാരണം ഇത് പ്രേക്ഷകർ ഉൾക്കൊള്ളത്തില്ലെന്നൊരു വിഷയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഉൾക്കൊള്ളത്തില്ലെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. ഈ സിനിമയുടെ അവർ ചെയ്തിരിക്കുക, ഒന്നാമത്തെ കാര്യം സനൽകുമാർ ശശിധരനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഏകദേശം ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കയറ്റം, അതുപോലെ തന്നെ അങ്ങനെയുള്ള സിനിമകൾ, കയറ്റം, അതുപോലെ ഒത്തിരി സിനിമകൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലുള്ള സിനിമകളൊക്കെയാണ് അദ്ദേഹം അതേ പാറ്റേണിലാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നത്, സനൽകുമാർ ശശിധരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേണിലാണ് അദ്ദേഹം ഈ വഴക്കെടുത്തിട്ടുള്ളത്. വഴക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലും ചിന്തിക്കുന്നു പറഞ്ഞാൽ ഈ സിനിമയിലെ ഈ ടൊവിനോ ചെയ്ത സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. നമ്മൾ തുടക്കം മുതലേ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിനോടൊരു നിഗൂഢത നിറച്ചുകൊണ്ടാണ് ത്രില്ലർ രീതി കഥ പറഞ്ഞു പോകുന്നത്. ഒരു കാടുകളുടെ ഇടയിലൂടെയാണ്, കാടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയും കൂടെയാണ്. അത് ഗംഭീരമായി അവർ ചെയ്തിട്ടുണ്ട്. ആ ഷോട്ട്സുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രോൺ ഷോട്ട്, കുറേ ഷോട്ടുകളൊക്കെ വെച്ച് അവർ ഒത്തിരി ഷോട്ട്സുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗംഭീരമായ രീതിയിൽ എനിക്കതൊക്കെ അനുഭവപ്പെട്ടു. പക്ഷേ ചിത്രത്തിൽ സൗണ്ട് നമ്മൾ കൃത്യമായി അനുഭവിക്കണമെങ്കിൽ നമ്മൾ എക്സെറ്റ് കുത്തിയിട്ട് ഈ സിനിമ കാണണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെച്ച് നമ്മൾ കാണുന്ന പോലെ അറിഞ്ഞാൽ നമ്മളിതിൻ്റെ സൗണ്ട് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. സൗണ്ടിനൊന്നും, അതായത് ഇപ്പോൾ ടൊവിനോ സംസാരിക്കുന്ന ഒരു സൗണ്ട്, കനി കുസൃതി സംസാരിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ അടഞ്ഞ രീതിയിലാണ് സൗണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അസീസ് നെടുമങ്ങാട് തകർത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ മറ്റേ കണ്ണൂർ സ്കോഡിൽ ഒരു ക്യാരക്ടറെ കണ്ട പോലെ തന്നെ അതേപോലെ ഒരു കഥാപാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് രീതിയിലാണ് അദ്ദേഹം, കാരണം കോമഡി ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്യുന്നത്. അതിനുശേഷം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മൾ കണ്ണൂർ സ്കോഡിൽ കണ്ട പോലെ തന്നെ അതേപോലെ തന്നെ ഒരു കഥാപാത്രം ഗംഭീരമായ രീതിയിൽ അദ്ദേഹം വഴക്കിലും ചെയ്തു വച്ചിട്ടുണ്ട്. ബേസിക്കലി ഇതിൻ്റെ സ്റ്റോറി ഒന്നും അധികം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഈ പടം കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, പടം കണ്ടിട്ട് ഇങ്ങനെ പറയും അയ്യോ ഇതായിരുന്നു സംഭവം എന്നൊക്കെ പറയും. കാരണം ഇത് ചിലർക്ക് മാത്രമേ ഇതിൻ്റെ സ്റ്റോറി അപ്സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് കൂടുതലും അത്തരത്തിലുള്ള അവാർഡ് ബേസിക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ കാണുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരങ്ങനെ തന്നെ ബേസിക്കലി അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ഇത് OTT റിലീസ് ചെയ്യേണ്ട, ആരും അപ്സെറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചിത്രം, അതായത് ഈ സിനിമ തുടങ്ങി ഒരു ഫസ്റ്റ് ഹാഫ് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് വലിച്ചു നീട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. മൊത്തത്തിൽ ഒരു സ്ലോ ബേസ് ആണ് പടം. അത് അവർ പെട്ടെന്ന് തന്നെ ഈ പടം, അതായത് ഏകദേശം 16 or 20 ഒരു മാസം തികച്ചെടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പടം. എന്തായാലും പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത്, ഈ കോവിഡിൻ്റെ ഇടയിൽ ഇറങ്ങിയതാണ് പെട്ടെന്ന് തന്നെ അവർ ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു വഴക്ക്, ഈ പേരുമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വഴക്കിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ പോകുന്നത്. വഴക്കിന് വളരെയധികം പ്രാധാന്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടൊവിനോ എങ്ങനെ ഇതിൽ എത്തിച്ചിടുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പറയുന്നത്. അദ്ദേഹം അതിലിപ്പോൾ എത്തിപ്പെടുന്നു. പിന്നീട് കുറച്ച് സംഭവങ്ങൾ ഒരു യാദൃശ്യമായ ഒരു ത്രില്ലർ രീതി, നിഗൂഢ നിറഞ്ഞ രീതിയിൽ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ ഈ പടം വലിയ സംഭവമായിട്ട് കാണും. അതായത് ത്രില്ലറാണ്, ഭയങ്കര സംഭവമാണ്, എന്തുകൊണ്ട് ഇത് വിവാദത്തിലെന്ന് പറഞ്ഞൊക്കെ ഭയങ്കര രീതിയിൽ ഇരുന്ന് കാണും. അത്തരത്തിലുള്ള ഒരു സാധനമില്ല. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കാണുവാണെങ്കിൽ പടം അതായത് നിങ്ങളങ്ങനെ കണ്ടിട്ട് പറയും ഈ എന്തൊരു കഥയാണെന്നൊക്കെ പറയും. അത് കൂടുതലും ചിലർ മാത്രമേ അങ്ങനെ സംസാരിക്കുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള സിനിമ ബേസിക്കലി നമ്മൾ സനൽകുമാർ ശശിധരൻ്റെ പാറ്റേണുള്ള സിനിമകൾ നേരത്തെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലും സിനിമ എടുക്കുന്ന രീതിയും എങ്ങനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിലും പകർത്തിയിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും
വഴക്ക് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താരം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ദയവായി നിങ്ങൾ ഒന്ന് പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.